നമസ്കാരം. 10 വർഷക്കാലത്തെ പിണറായി ഭരണത്തിന് കീഴിലെ അഴിമതികളുടെ കണക്കെടുത്താൽ ഒരു ജന്മം പോരാതെ വരും. അഴിമതിയുടെ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്ന വകുപ്പുകളിൽ ഒന്ന് ആരോഗ്യരംഗമായിരുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് വാങ്ങൽ നേരത്തെ വിവാദത്തിലായതുമാണ്. ഇപ്പോഴിതാ പിണറായി കാലത്ത് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലും അഴിമതി പുറത്തു വന്നിരിക്കുകയാണ്. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ 3 ഗോഡൌണുകളിൽ തീപിടുത്തത്തിനും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥന്റെ മരണത്തിനും കാരണമായി എന്നാരോപിക്കുന്ന ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്ത ഉത്തർപ്രദേശ് ആസ്ഥാനമായ ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ചട്ടം മറികടന്നുകൊണ്ട് 7,32,00,000 രൂപയുടെ ഓർഡർ നൽകിയത്. മഴക്കാലത്തിന് മുൻപ് അടിയന്തരമായി ബ്ലീച്ചിംഗ് പൗഡർ സംഭരിക്കണം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് മാർച്ച് 11 തുടങ്ങിയ ടെൻഡർ നടപടികൾ ഫലം വന്ന് 2 ദിവസത്തിന് ശേഷം മെയ് 6 തീയതി പൂർത്തിയാക്കി വിവാദ കമ്പനിക്ക് ഓർഡർ നൽകുകയായിരുന്നു. കിലോയ്ക്ക് 46.96 രൂപ നിരക്കിൽ 15.59 ലക്ഷം കിലോ ബ്ലീച്ചിംഗ് പൗഡർ വിതരണത്തിനാണ് അനുമതി നൽകിയത്. 2023 കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഗോഡൌണുകളിൽ വൻതോതിൽ സംഭരിച്ച ബ്ലീച്ചിംഗ് പൗഡറിന് തീപിടിച്ചത്. 9.5 കോടി രൂപയുടെ നഷ്ടം അന്നുണ്ടായി. തീയണയ്ക്കാനുള്ള ശ്രമത്തിൽ അഗ്നിരക്ഷാ ജീവനക്കാരൻ മരിച്ചു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകിയതും KMSEL അക്കൗണ്ടിൽ നിന്നാണ്. ബ്ലീച്ചിംഗ് പൗഡറിന്റെ നിലവാരമില്ലായ്മയാണ് തീപിടുത്തത്തിന് കാരണം എന്ന ആരോപണങ്ങളെ തുടർന്ന് കമ്പനിക്ക് നൽകാനുള്ള 1,80,00,000 രൂപ തടഞ്ഞു വെച്ചിരുന്നുവെങ്കിലും ഇത് പിന്നീട് വിട്ടുകൊടുത്തു. ബ്ലീച്ചിംഗ് പൗഡർ നൽകാൻ മറ്റ് കമ്പനികൾ എത്താത്തതിനെ തുടർന്നാണ് ബാങ്കെ ബിഹാരിയെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വന്നത് എന്നാണ് KMSEL അധികൃതരുടെ വിശദീകരണം. ഇത്രയും അടിയന്തര സാഹചര്യമായിരുന്നിട്ട് പോലും മാർച്ച് 11 തുടങ്ങിയ നടപടി മെയ് 6 വരെ നീട്ടിയത് എന്തിനായിരുന്നു എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു. ബോർഡ് യോഗം ചേർന്നിട്ടുണ്ട് എങ്കിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ എടുത്ത തീരുമാനത്തിന്റെ സാധുതയും ചോദ്യം ചെയ്യപ്പെടും. പുറത്തു വരുന്നത് വമ്പൻ അഴിമതിയാണ്. അടിമുടി ചട്ടലംഘനം, വിവാദമായ ബ്ലീച്ചിംഗ് പൗഡർ കരാറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വമ്പൻ അഴിമതി തന്നെയാണ്. ടെൻഡർ ക്ഷണിച്ചപ്പോൾ കരാറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് വാർഷിക വിറ്റുവരവ് കഴിഞ്ഞ 3 വർഷമായി ശരാശരി 5 കോടി രൂപ വേണം എന്ന് നിബന്ധനയുണ്ടായിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 13,90,780 കിലോഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത്. എന്നാൽ 2026-27 വർഷത്തിൽ വാങ്ങേണ്ട അളവ് 15,59,382 കിലോഗ്രാം ആയിരുന്നു. ഇത്തരത്തിൽ കുത്തനെ കൂട്ടുകയും തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടും വിചിത്രം എന്ന് പറയട്ടെ, വാർഷിക വിറ്റുവരവ് പരിധി 5 കോടിയിൽ നിന്നും 2 കോടി രൂപയായി കുറച്ചു. കഴിഞ്ഞ 2 വർഷക്കാലമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ KMSELലേക്ക് ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്തിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിനെ ഒഴിവാക്കാനും കേവലം 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ബാങ്കെ ബിഹാരി കെമിക്കൽസ് എന്ന വിവാദ കമ്പനിക്ക് മാത്രം യോഗ്യത ഉറപ്പാക്കാനും കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ നടത്തിയ അട്ടിമറിയാണ് ഇത് എന്ന് സംശയിക്കുന്നു. 5 കോടി രൂപയുടെ പഴയ നിബന്ധന നിലനിർത്തിയിരുന്നുവെങ്കിൽ ഈ കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. ഈ കമ്പനിയുടെ ശരാശരി വിറ്റുവരവ് 3 കോടിക്ക് മുകളിൽ മാത്രമാണ്. 5 കോടിയില്ല. 3 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കമ്പനിക്ക് എങ്ങനെയാണ് 7 കോടിയിലധികം രൂപയുടെ ഓർഡർ വിതരണം ചെയ്യാൻ കഴിയുക എന്നതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ഒരു വിതരണക്കാരന് 7,32,00,000 രൂപയുടെ പർച്ചേസ് ഓർഡർ നൽകാനുള്ള തീരുമാനം അടിസ്ഥാന സാമ്പത്തിക യുക്തിക്കും റിസ്ക് മാനേജ്മെന്റ് തത്വങ്ങൾക്കും നിരക്കാത്തതാണ്. കൂടാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത് വിതരണം ചെയ്യാനും അവരോട് നിർദ്ദേശിച്ചിരുന്നു. യോഗ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വൻകിട വിതരണക്കാരെയും മറികടന്നുകൊണ്ട് ആവശ്യത്തിന് മൂലധനമില്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമാണ് ഇതിലൂടെ വെളിവായത്. സ്റ്റോർ പർച്ചേസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരൊറ്റ കമ്പനിക്ക് കരാർ നൽകിയത് സംസ്ഥാന സ്റ്റോർ പർച്ചേസ് വകുപ്പിന്റെ 28/10/2013 സർക്കുലർ പ്രകാരം ആദ്യം വിളിച്ച ടെൻഡറിൽ ഒരൊറ്റ കമ്പനി മാത്രം യോഗ്യത നേടുമ്പോൾ അത് സ്വീകരിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ്. അത്തരം സാഹചര്യങ്ങളിൽ കർശനമായും റീടെൻഡർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ KMSEL ഫെബ്രുവരി 20 പ്രസിദ്ധീകരിച്ച ആദ്യ ടെൻഡറിൽ തന്നെ യാതൊരുവിധ മത്സരവുമില്ലാതെ ഈ ഒരൊറ്റ കമ്പനിയുടെ ഓഫർ സ്വീകരിച്ചു. 2025 മെയ് ജൂലൈ മാസങ്ങളിൽ ടെൻഡറുകൾ വിളിച്ചിരുന്നതിനാൽ ഇത് റീടെൻഡറായി കണക്കാക്കാം എന്നാണ്
കോർപ്പറേഷന്റെ വിശദീകരണം. എന്നാൽ 2025 വിളിച്ച ടെൻഡറുകൾ മുൻ സാമ്പത്തിക വർഷത്തേതായിരുന്നു. ബ്ലീച്ചിംഗ് പൗഡറിനായി 2026-27 വർഷത്തെ പുതിയ നിരക്ക് കരാറിനായി ഒരു ടെൻഡർ മാത്രമാണ് വിളിച്ചിട്ടുള്ളത് എന്നതിനാൽ കോർപ്പറേഷന്റെ വാദത്തിന് യാതൊരു വിധത്തിലുള്ള നിയമപരമായ അടിത്തറയുമില്ല. ആദ്യ ടെൻഡറിലെ ഒറ്റയൊരെണ്ണം മാത്രം അംഗീകരിച്ച ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം നടത്തണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇത് റീടെൻഡർ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല. റീടെൻഡർ ചെയ്യാതെ ആദ്യ ടെൻഡറിലെ സിംഗിൾ ബിഡർക്ക് തന്നെ ഓർഡർ നൽകി. ഇത് കേരള സ്റ്റോർ പർച്ചേസ് മാനുവലിലെ ഗുരുതരമായ ലംഘനമാണ്. ഗവൺമെന്റ് അംഗീകാരമില്ലാതെ ആദ്യ ടെൻഡറിൽ സിംഗിൾ ബെഡ് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പൊതുജന സുരക്ഷയ്ക്കുള്ള ഭീഷണിയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ പാർശ്വവൽക്കരിക്കലും 2023 തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിലെ വെയർഹൌസുകളിൽ വൻതോതിൽ സംഭരിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൗഡറിന് തീ പിടിക്കുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. തീ അണയ്ക്കുന്നതിനിടയിൽ രഞ്ജിത്ത് എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇതേ ബാങ്കെ ബിഹാരി കമ്പനിയായിരുന്നു അന്ന് സാധനം വിതരണം ചെയ്തവരിൽ ഒരാൾ. ഈ ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ KSDPയിൽ നിന്ന് കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങളോടെയായിരുന്നു ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയിരുന്നത്. പൊതുമേഖലാ സ്ഥാപനം വിതരണം ചെയ്ത ആ കാലയളവിൽ യാതൊരു വിധത്തിലുള്ള തീപിടുത്തങ്ങളും ഉണ്ടായിട്ടില്ല. മുൻപ് കോർപ്പറേഷൻ തടഞ്ഞു വെച്ചിരുന്ന 1,80,00,000 രൂപയുടെ പേയ്മെന്റ് ഈ കമ്പനിക്ക് റിലീസ് ചെയ്തുകൊണ്ട് ഇതേ കമ്പനിക്ക് തന്നെ വീണ്ടും ചുവപ്പ് പരവതാനി വിരിച്ചതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ആരംഭിച്ച ടെൻഡർ നടപടികൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുകയും പുതിയ ഭരണഘടനാപരമായ മാറ്റങ്ങൾക്കും ഗവൺമെന്റ് രൂപീകരണത്തിനും തൊട്ടു പിന്നാലെ മെയ് 6 വർക്ക് ഓർഡർ ധൃതി പിടിച്ചു നൽകുകയും ചെയ്തു. കാലവർഷ അടിയന്തരാവസ്ഥ എന്ന വ്യാജേന റീടെൻഡറിംഗിനായി ലഭ്യമായിരുന്ന 3 മാസത്തെ സമയം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പാഴാക്കി കളഞ്ഞു. പൂർണ്ണമായും തെളിയിക്കപ്പെട്ട അഴിമതിയുടെയും സുരക്ഷാ വീഴ്ചയുടെയും പശ്ചാത്തലത്തിൽ ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ 7,32,00,000 രൂപയുടെ പർച്ചേസ് ഓർഡർ ഉടനടി മരവിപ്പിക്കാൻ ഉത്തരവിടണമെന്ന ആവശ്യമുയർന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ ടെൻഡറിൽ ഈ കമ്പനിയുടെ സിംഗിൾ ബിഡ് എങ്ങനെ സ്വീകരിക്കുകയും പർച്ചേസ് ഓർഡർ നൽകുകയും ചെയ്തു എന്നതാണ് പ്രധാന ചോദ്യം. കമ്പനിക്ക് വേണ്ട യോഗ്യതയായ ശരാശരി വാർഷിക വിറ്റുവരവ് 5 നിന്നും 2 കോടിയായി കുറച്ചതിലൂടെ ഈ കമ്പനിക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഒരുക്കിക്കൊടുത്തത്. 2 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 7 കോടിയിലധികം രൂപയുടെ ഓർഡർ കൈകാര്യം ചെയ്യുക എന്നത് ഒരു യഥാർത്ഥ ചോദ്യമാണ്. അവർ ആ കമ്പനിയുടെ പ്ലാന്റ് വിലയിരുത്തിയിട്ടുണ്ടോ? 7 കോടിയുടെ ബ്ലീച്ചിംഗ് പൗഡർ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അവർക്കുണ്ടോ? ഇതെല്ലാം തന്നെ ചോദ്യചിഹ്നമായി തുടരുന്നു.